ഏറ്റവും ചെറിയ സമയം കൊണ്ട് ഏറ്റവും ഫാസ്റ്റായി ഒരു കോൺവെർസേഷൻ കംപ്ലീഷൻ ക്വസ്റ്റ്യൻ ചെയ്താലോ? നോക്കൂ, ഇവിടെ റൂംമേറ്റും അതിഥിയും തമ്മിലുള്ള കോൺവെർസേഷനാണ്. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്, വെൽക്കം ടു ദ റൂം. താങ്ക് യു. അപ്പോൾ റൂംമേറ്റ് പറയുന്നു, ഐ ആം കാതറിൻ, യു ആർ അതിഥി. യു ആർ അതിഥി കഴിഞ്ഞിട്ട് അവിടെ ചോദിക്കേണ്ടത് ഒരു ക്വസ്റ്റ്യൻ ടാഗാണ്. സോ അവിടുത്തെ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ് ഏതാണ്? R into ആണ്. യെസ് ഐ ആം. യു കം ഫ്രം നൈജീരിയ, വീണ്ടും ക്വസ്റ്റ്യൻ ടാഗാണ്. പക്ഷേ അവിടെ ഡയറക്റ്റ് ഓക്സിലറി വെർബ് കൊടുത്തിട്ടില്ല. കം എന്ന് പറഞ്ഞ V1 വെർബിലുള്ള ഓക്സിലറി വെർബ് ഡു ആണ്. സോ യു കം ഫ്രം നൈജീരിയ, അവിടുത്തെ ക്വസ്റ്റ്യൻ ടാഗ് ഡോണ്ട് യു ആണ്. കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്തത് യെസ് ഐ ഡു, ഐ ആം എ ബിറ്റ് കൺഫ്യൂസ്ഡ്, ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ് എന്ന് റൂംമേറ്റ് പറയുന്നു. അപ്പോൾ അതിച്ച് എന്തോ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം അവസാനിക്കുന്നത് കൺഫ്യൂസ്ഡിലാണ്. സോ ഉറപ്പായിട്ടും ചോദ്യം എന്താണ്? വൈ ആർ യു കൺഫ്യൂസ്ഡ്? അപ്പോൾ ഉത്തരം യു സ്പീക്ക് ഇംഗ്ലീഷ് സോ വെൽ. യു സ്പീക്ക് ഇംഗ്ലീഷ് സോ വെൽ. അത് കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ് ആണ്. അത് കഴിഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. അതിൻ്റെ ആൻസർ ഇതാണ്, ഐ ഡു സോ. ഞാൻ അങ്ങനെ ചെയ്യുന്നത് ബിക്കോസ് ഇംഗ്ലീഷ് ആണ് ഞങ്ങളുടെ ഒഫീഷ്യൽ ലാംഗ്വേജ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് എങ്ങനെയാണ്? എങ്ങനെ? ഹൗ ഡു യു സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻലി? ഹൗ ഡു യു സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻലി? റൂംമേറ്റ്, റിയലി ഇഫ് ഐ ഹാഡ് നോൺ ദാറ്റ്, എനിക്കത് അറിയാമായിരുന്നുവെങ്കിൽ. സോ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഹാഡ് നോൺ ആണ്, അല്ലെങ്കിൽ ഹാഡ് പ്ലസ് V3 ആണ്. സോ ഹാഡ് പ്ലസ് V3 ആണ് ഇഫ് ക്ലോസിൽ വന്നതെങ്കിൽ മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് പ്ലസ് V3 വേണം. സോ എനിക്കത് അറിയാമായിരുന്നില്ലെങ്കിൽ ഞാനത് ചോദിക്കില്ലായിരുന്നു. ഐ വുഡിൻറ്റ് ഹാവ് ആസ്ക്ഡ് ദാറ്റ്. അപ്പോൾ അതിച്ച് പറയുന്നു ഇറ്റ്സ് ഓൾ റൈറ്റ്. സോ ഇതുപോലെ വേഗത്തിൽ ഗ്രാമർ ക്വസ്റ്റൻസും ചെയ്യുന്ന പഠിക്കാൻ വേണ്ടി ഇന്ന് വൈകുന്നേരം കൃത്യം 7 മണിക്കുള്ള ലൈവിലെത്തുക. ലൈവിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. സോ ഐ വിൽ സീ യു ദർ ടുമോറോ. സോ ടുഡേ ഷാർപ്പ് at 7. താങ്ക് യു.